എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഒരു വെള്ളരിക്കാപട്ടണം എന്ന് നമ്മൾ സാധാരണ തമാശയ്ക്ക് പറയാറുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിലൊരു വെള്ളരിക്കാപട്ടണത്തിൻ്റെ പ്രതീതിയാണ് നമ്മൾ കാണുന്നത്. നമ്മളുടെ വയനാട് വളരെ ദുഃഖപൂർണമായ ഒരു പ്രകൃതിക്ഷോഭം നടന്നു. നിരവധി നമ്മുടെ സഹജീവികളെ നമുക്ക് നഷ്ടപ്പെട്ടു. ഒരുപാട് വീടുകളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ അതിന് ആ ഒരു ദുരന്തം നമ്മൾ ഉൾക്കൊള്ളുന്നതിന് പുറമെ ഒരു വല്ലാത്ത നിയമ നടപടികളാണ് ഇപ്പോൾ നമ്മുടെ ഭരണക്കാർ കൈക്കൊള്ളുന്നത്. ബാക്കിയുള്ളവരുടെ വായും കണ്ണുമൊക്കെ അങ്ങ് മൂടിക്കെട്ടാനായിട്ടുള്ള ഒരു നടപടികളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ആദ്യം പറഞ്ഞു അവിടെ ശാസ്ത്രജ്ഞന്മാരാരും ചെല്ലരുത്, പത്രക്കാരോട് മിണ്ടരുത്, പത്രക്കാരിതൊന്നും ഇതിൻ്റെ പ്രകൃതിയെ സംബന്ധിച്ച പഠനങ്ങളൊന്നും പ്രസിദ്ധീകരിക്കരുത്, മീഡിയാസ് ഒന്നും പ്രസിദ്ധീകരിക്കരുത്. ഇപ്പോൾ എതിർപ്പ് വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇത് മാറ്റി. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ മറ്റേ CPM-ൻ്റെ നേതാക്കന്മാർ വീടാന്തരം കയറി ഇറങ്ങാൻ പോകുമെന്നാണ് പറയുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ഇവർ വീടുകൾ തോറും ഇറങ്ങുക. പക്ഷെ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ഗവൺമെൻറ്റിനെ അതങ്ങ് ഭരിക്കാൻ വിടുക എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു രീതി, ജനാധിപത്യപരമായ രീതി. ഈ തൊടുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ ഈ പാർട്ടിക്കാർ ഈ ജനങ്ങളുടെ അടുത്തേക്കും വീടാന്തരം കയറി ഇറങ്ങാനും അവരെ ബോധവൽക്കരിക്കാനും ഈ കാലഘട്ടത്തിൽ ബോധമില്ലാത്തവരാരാ ഉള്ളത്? ഇവരുടെ കുറേ ആൾക്കാർ മാത്രമേ ബോധമില്ലാതുള്ളൂ. ബാക്കി ആളുകളൊക്കെ എല്ലാ മീഡിയ വഴിയും ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടും ബോധവാന്മാരുമാണ്. പിന്നെ ഇവർ വന്ന് കുറേ നുണകൾ പറഞ്ഞിട്ടുള്ള ബോധവൽക്കരിക്കാൻ അത്യാവശ്യമുണ്ടോ ഇവിടെ? എന്ത് സംഭവം നടന്നാലും ഉടനെ ഓരോ ടീമിനെ, പാർട്ടി പ്രവർത്തകരുടെ ടീം അങ്ങ് വീടാന്തരം കയറി ഇറങ്ങി അങ്ങ് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കുക. ഇപ്പം അടുത്ത അങ്ങനെ വരുന്നുണ്ട്. ഉടനെ 10-11 തീയതികളിൽ ഇവർ ഗൃഹ സന്ദർശനം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് വെള്ളരിക്കാപട്ടണത്തിനെ പോലെ നാണിക്കുന്ന ചില നിയമങ്ങളും ചില അടിച്ചേൽപ്പിക്കലുകളും ചില കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനെ ചൊല്ലി നമ്മുടെ വെള്ളരിക്കാപട്ടണത്തിലെ പൊന്നുതമ്പുരാൻ ചെയ്യുന്ന ഒരു ഉത്തരവാണ് നമ്മൾ ഈ കാർട്ടൂണിനകത്ത് വരച്ച് കാണിക്കുന്നത്. അത് നമ്മുടെ റിയൽ പൊന്നുതമ്പുരാനകത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ കണക്ക് മറ്റേ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അങ്ങ് മൂത്ത് പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അതൊന്നും ദഹിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ഇതിൽ വെള്ളരിക്കാപട്ടണത്തിലെ ഒരു പൊന്നുതമ്പുരാനെയാണ് വരച്ചിരിക്കുന്നത്. ഈ പൊന്നുതമ്പുരാൻ ഇടുന്ന ഉത്തരവാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. നമുക്കിനി ഇതിൻ്റെ ലിങ്കിലോട്ട് കിടക്കാം.